ഇന്നലെ ആ കൊലപാതകത്തിലെ ആ സ്വന്തം ഉമ്മയെ തലക്കിങ്ങനെ തല നിലത്തടിച്ചിട്ടാണ് അവർ കൊലപ്പെടുത്തുന്നത്. എന്നിട്ട് കുറേ നേരം ആ ഉമ്മ ആരും അറ്റൻഡ് ചെയ്യാനില്ലാതെ ആ വീട്ടിൽ കിടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് നടന്ന ആ വൈകുന്നേരം വരെ. ഹോസ്പിറ്റലിൽ നിന്ന് ബോധം വന്നപ്പോൾ ഉമ്മ ആദ്യം ചോദിച്ചത് ചെറിയ മോനെ പറ്റിയാണ്. രണ്ടാമത് ഡോക്ടേഴ്സൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് കട്ടിൽ നിന്ന് നിലത്ത് വീണിട്ട് പരിക്ക് പറ്റിയെന്നുള്ളതാണ്. എന്നാൽ ആലോചിച്ച് നോക്കിയേ, അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ ഇതാ. അത് ലോകത്ത് ആർക്കെങ്കിലും അൺകണ്ടീഷണൽ ലവ് ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് മാത്രമാണ്, എസ്പെഷ്യലി ഉമ്മമാർക്ക് മാത്രമാണ്. അത് എല്ലാം വരുമ്പോൾ പോലും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. അതായത് നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്തില്ലെങ്കിലും ഇങ്ങോട്ട് സ്നേഹം ഒഴുകുക, അങ്ങോട്ട് ക്രൂരത ചെയ്താലും ഇങ്ങോട്ട് സ്നേഹം മാത്രം ഒഴുകുക. ഇതാണ് അൺകണ്ടീഷണൽ ലവ്. പലപ്പോഴും മക്കൾക്ക് പല ആളുകൾക്ക് മനസ്സിലാവാത്തത് ഈ ഒരു അൺകണ്ടീഷണൽ ലവാണ്. കാരണം നമ്മുടെ മക്കളുടെ സമാധാനം, അവരുടെ സന്തോഷം മാത്രം പ്രാധാന്യം കൊടുക്കുന്ന രക്ഷിതാക്കള് അവരെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പ്രണയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ലഹരിയുടെ പേരിലോ നമ്മൾ അവരെ ധിക്കരിച്ചിട്ട് ഇറങ്ങിപ്പോവുക. ആ ഒരു സ്നേഹം വേണ്ടെന്ന് വെച്ചിട്ട് ഇന്നലെയോ മിഞ്ഞാന്നോ കണ്ട ഒരാളുടെ കൂടെ എനിക്ക് എൻ്റെ ലൈഫിന് അവരുടെ കൂടെ ജീവിക്കേണ്ടത് അത് മാത്രമാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങിപ്പോവുക. അങ്ങനെ ജീവിതം നഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഈ രക്ഷിതാക്കള് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് ഈ ഒരു വേൾഡിൽ. അവരെ ധിക്കരിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത് തികച്ചും വെട്ടിത്താണ്. കാരണം അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കളുടെ കാര്യമാണ്. അങ്ങനത്തെ രക്ഷിതാക്കളുടെ വാക്കിന് വില നൽകാതെ നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് പോകുമ്പോൾ ഒരു എറ്റേണലി നമ്മൾ ഒരിക്കലും ഹാപ്പി ആവാൻ പോകുന്നില്ല. മാത്രമല്ല ഇന്നിപ്പോൾ കേരളത്തിൽ ഇങ്ങനെ അൺകണ്ടീഷണൽ ലവുള്ള ഓരോ മാതാവും പേടിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. മക്കളെ പേടിച്ചിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥ.